ഹലോ എവ്രി വൺ. നമ്മൾ സെക്ഷൻ 3.3 ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞ തിയറും സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു: എവറി ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഐദർ ഒരു പ്രൈം ആയിരിക്കും അല്ലെങ്കിൽ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാക്ടറൈസേഷൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്നുള്ള പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സെപ്റ്റ് ഫോർ ദി ഓർഡർ ഓഫ് ദി ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്തരത്തിലൊരു ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഫാക്ടറൈസേഷനെയാണ് ആക്ച്വലി നമ്മൾ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പ്രൈം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പല പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫാക്ടറൈസേഷൻ കിട്ടും. അത്തരത്തിലുള്ള ഫാക്ടറൈസേഷനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 5544. അതിനെ നമുക്ക് ഇത്തരത്തിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കൊരു പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്ക് പ്രൈം ഇതിൻ്റെ പവേഴ്സ് ഇപ്പോൾ 2 × 2 × 2 എന്നില്ലേ, അപ്പോൾ അതിന് പകരം 2 ക്യൂബ് എന്ന് എഴുതാം. 3 × 3ക്ക് പകരം 3 സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ 7 × 11 എന്നുള്ള പോലെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ പ്രൈം പവർ ഡീകമ്പോസിഷൻ ഓഫ് n എന്ന് പറയും. ഇനി അത് തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇതിനെ എനിക്ക് ആക്ച്വലി 2 ക്യൂബ് × 7 × 11 × 3 സ്ക്വയർ എന്ന് എഴുതാം. പല ഓർഡറിൽ എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ആ ഓർഡർ എപ്പോഴും ഇൻക്രീസിങ് ഓർഡർ ഓഫ് പ്രൈംസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. പ്രൈം പവർ ഡീകമ്പോസിഷൻ ആവാൻ ഓരോ പ്രൈംസിനെയും പവർ നൊട്ടേഷനിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. കനോണിക്കൽ ഡീകമ്പോസിഷൻ ആവണമെന്നുണ്ടെങ്കിൽ പ്രൈംസിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം, അതായത് ചെറുത് തൊട്ട് വലുത് വരെ. അതായത് ഇപ്പം 2 ക്യൂബ് × 7 × 11 × 3 സ്ക്വയർ എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ 2 കഴിഞ്ഞ് പിന്നെ 3 ആണ് വലിയ പ്രൈം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലുതാണ് 7 വരുന്നത്, അതിനേക്കാളും വലുതാണ് 11 വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ കനോണിക്കൽ ഡീകമ്പോസിഷൻ. ഇനി അല്ല 2 ക്യൂബ് കഴിഞ്ഞാൽ 7 ആണ് എഴുതുന്നത്, 3 സ്ക്വയർ ലാസ്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ അത് ജസ്റ്റ് പ്രൈം പവർ ഡീകമ്പോസിഷൻ മാത്രമായിരിക്കും, കനോണിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതാണ് കനോണിക്കൽ ഡീകമ്പോസിഷൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ഇനിയിപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. Canonical decomposition. The canonical decomposition of a positive integer n is of the form n is equal to p1 raised to a1 into p2 raised to a2 etc. into pk raised to ak, where p1, p2 etc. pk are distinct primes with p1 less than p2 less than etc. pr. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് പ്രൈംസിലാണ് എഴുതിയിട്ടുള്ളത് ആൻഡ് പ്രൈം പവർ നൊട്ടേഷനിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് an integer എന്ന് നമ്മൾ പറയാം. ഓക്കെ, ആൻഡ് ഈച്ച് എക്സ്പൊണൻറ്റ് എ ഐ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, കാരണം ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെയാണ് നമ്മൾ പ്രൈം പവറായിട്ട് എഴുതുന്നത്. സോ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും പവേഴ്സും വരിക. There are 2 commonly used techniques for finding the canonical decomposition of a composite number. അപ്പോൾ ആ 2 മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 3.9. ഫൈൻഡ് ദി canonical decomposition of 2520. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്, നിങ്ങൾക്കറിയാം, ഈവൻ നമ്പറാണ്. സോ ഇറ്റ് എന്തായാലും ഡിവിസിബിൾ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു കോമ്പോസിറ്റ് നമ്പർ തന്നിട്ട് അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മെത്തേഡ് വെച്ചിട്ട് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സ്മോളസ്റ്റ് പ്രൈം എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂൾ ലെവലിൽ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ടാവുന്നത് ഇത്തരത്തിലാണ് അല്ലേ. കാരണം സ്മോളസ്റ്റ് പ്രൈം എന്നാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് തുടങ്ങുക. 2520 എഴുതി കഴിഞ്ഞാൽ സ്മോളസ്റ്റ് പ്രൈം ഏതാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഇവിടെ സ്മോളസ്റ്റ് പ്രൈം ഇത് എന്തായാലും ഈവൻ നമ്പറാണ്, സോ 2ൽ ഡിവിസിബിൾ ആണ്. ഇപ്പോൾ സ്മോളസ്റ്റ് പ്രൈം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് 2 ആണ് നമുക്കറിയാം. സോ 2ൽ ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 1 വരും. 2 × 2 4 വരും, റിമൈൻഡർ 1 ഉണ്ട്, സോ 12 ആണ്. 2 × 6 12 ആൻഡ് 0 1260 എന്ന് വരും അല്ലേ. ഇനി വീണ്ടും 2ൽ ഡിവിസിബിൾ ആണ്, ഈവൻ നമ്പർ ആണ്. വീണ്ടും എന്താ വരിക? 2 × 6 12 വരും, 2 × 3 6 വരും, 630 എന്നുള്ള പോലെ വരും. വീണ്ടും ഈവൻ നമ്പർ ആണ്, സോ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2ൽ പോകുമ്പം 2 × 3 6 വരും, 2 × 1 2 വരും, റിമൈൻഡർ ഒരു 1 ഉണ്ട് ആൻഡ് 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് 2ൽ ഡിവിസിബിൾ അല്ല, കാരണം ഇതൊരു ഓഡ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത പ്രൈം നമ്മൾ ചെക്ക് ചെയ്യണം. 2 കഴിഞ്ഞാൽ അടുത്ത പ്രൈം വരുന്നത് ആരാ? 3 വരുന്നുണ്ട്. 3ൽ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഡിജിറ്റ്സിൻ്റെ സമ്മ് ഈ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഡിജിറ്റ്സിൻ്റെ സമ്മ് ഇവിടെ എന്താ വരിക? 3 + 1 + 5 എന്ന് പറയുന്നത് 6 + 3
9 വരും. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇത് ഡിവിസിബിൾ ആണ് അല്ലേ, ഡിവിസിബിൾ ബൈ 3 ആണ്. സോ 3ൽ എത്ര തവണ പോകും നോക്കാം. 3 × 1 3 വരും, റിമൈൻഡർ ഒന്നുമില്ല, 0 വരും. 1ൽ ഡിവിസിബിൾ അല്ല, അപ്പോൾ 0 വരും. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. സോ 5 ആണ് കേട്ടോ. സോ 105 എന്ന് കിട്ടും. ഇനി 105 എന്ന് പറയുന്നത് വീണ്ടും 2ൽ ഡിവിസിബിൾ അല്ല, 3ൽ ഡിവിസിബിൾ ആണോ നോക്കാം. 3ൽ ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ സമ്മ് നോക്കണം. സോ 5 + 0 + 1 എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ 3ൽ ഡിവിസിബിൾ ആണ് എന്ന് പറയാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3 × 3 9 വരും, ബാക്കി 15. 3 × 5 15 എന്ന് വരും. ഇനി 35 എന്ന് പറയുന്നത് വീണ്ടും 5 + 3 എന്ന് പറയുന്നത് 8 ആണ് വരിക. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 അല്ല എന്നുള്ളത് പറയാം. പിന്നെ ഏതിലാണ് ഡിവിസിബിൾ ആവുന്നത്? ഇപ്പോൾ 2ഉം 3യും കഴിഞ്ഞു. ഇനി അടുത്ത പ്രൈം വരുന്നത് 5 ആണ് അല്ലേ. 35 എന്ന് പറയുന്നത് എന്തായാലും 5ൽ ഡിവിസിബിൾ ആണ്. കാരണം എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 5 ആണ് നമുക്ക് പറയാം അല്ലേ. സോ 5ൽ ഡിവിസിബിൾ ആണ്, നമുക്കറിയാം. 5 × 7 ആണ് 35. ഇനി 7 പ്രൈം ആയതുകൊണ്ട് വി സ്റ്റോപ്പ് ദ പ്രോസസ് ഹിയർ. ഓക്കെ, കാരണം അതിന് ഇനി 7 × 1 എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആക്ച്വലി 2520ന്റെ canonical decomposition എഴുതാം. ഇതിന് ആക്ച്വലി പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 3 × 3 × 5 × 7 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ ഇനി ഇതിനെ പ്രൈം പവർ നൊട്ടേഷനിൽ എഴുതുമ്പോൾ 2 3 ടൈംസ് ഉണ്ട്. സോ 2³ × 3² × 5 × 7 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് പ്രൈംസ് ആണ്. 2 ഫസ്റ്റ് വരുന്നുണ്ട്, 3 സെക്കൻഡ് വരുന്നുണ്ട്, 5 7. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് പ്രൈംസ് ആണ്, പ്രൈം പവർ നൊട്ടേഷനിലാണ്. സോ ഇതായിരിക്കും 2520ന്റെ കാനോണിക്കൽ ഡീകമ്പോസിഷൻ. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് വിത്ത് ദ സ്മോളസ്റ്റ് പ്രൈം 2. സിൻസ് 2 divides 2520, വി റൈറ്റ് 2520 is equal to 2 × 1260 നമുക്ക് കിട്ടും. നമ്മളിവിടെ എഴുതിയത് തന്നെയാണ്. ഇനി 2 എന്ന് പറയുന്നത് വീണ്ടും 1260ന്റെ ഫാക്ടർ ആയതുകൊണ്ട് 1260ന് 2 × 630 എന്ന് എഴുതും. ഇനി 630നെയും 2 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 630ന് 2 × 315 എന്ന് എഴുതി. സോ അത് 2 × 2 × 315 എന്നുള്ള ഫോമായി. ഇനി 315 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, പക്ഷെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 315നെ വീണ്ടും 3 × 105 എന്ന് എഴുതി ഈ ഒരു റെപ്രസെൻറ്റേഷനകത്ത്. ഇനി 3 എന്ന് പറയുന്നത് വീണ്ടും 105നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ 105ക്ക് പകരം ഇവിടെ 3 × 35 എന്ന് എഴുതും. അതായത് 2 × 2 × 2 × 3 × 3 × 35 എന്നുള്ള ഫോമായി. ആൻഡ് 35നെ ഫൈനലി 5 × 7 എന്ന് എഴുതി. സോ ഇത്തരത്തിൽ കംപ്ലീറ്റ് canonical decomposition നമുക്ക് കിട്ടും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി നോക്കിയിട്ട് ഈ സ്റ്റെപ്സ് ഇങ്ങനെ എഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ canonical decomposition കിട്ടുക. സ്റ്റാർട്ടിങ് വിത്ത് ദി സ്മോളസ്റ്റ് പ്രൈം നമുക്ക് ഇത്തരത്തിൽ canonical decomposition എഴുതാൻ കഴിയും. ഇതൊരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതേ 2520നെ തന്നെയാണ് പറയുന്നത്. അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്പേഴ്സ് ഒക്കെ കിട്ടുമ്പം അതിനെ 2 കുഞ്ഞി ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അത് ഏത് ഫാക്ടറും ആവാട്ടോ. അപ്പോൾ 40 × 63 എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് 20 × 126 എന്ന് എടുക്കാം. എന്നാലും 2520 തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി 40 എന്ന് പറയുന്നതും 63 എന്ന് പറയുന്നതും പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് തോന്നും പോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മളൊരു പ്രൈം നമ്പർ, എല്ലാ നമ്പേഴ്സും പ്രൈം, എല്ലാ ഫാക്ടേഴ്സും പ്രൈം ആവുന്നവരെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ മെത്തേഡ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 2520ന് ഫസ്റ്റ് അവർ 40 × 63 എന്ന് എഴുതി. എന്നിട്ട് ഇവിടെ 40യും 63യും പ്രൈം അല്ല എന്ന് നമുക്കറിയാം. കാരണം അതിന് വീണ്ടും 40യും 1ഉം അല്ലാത്ത ഫാക്ടേഴ്സ് 40ക്കും ഉണ്ട്, 63യും 1ഉം അല്ലാത്ത ഫാക്ടേഴ്സ് 63ക്കും ഉണ്ട്. സോ നമുക്ക് വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. 40നെ 4 × 10 എന്ന് എഴുതി. ആൻഡ് 63നെ 7 × 9 എന്ന് എഴുതി. അപ്പോൾ മൊത്തത്തിൽ 2520നെ നമുക്കിവിടെ 4 × 10 × 7 × 9 എന്നുള്ള പോലെ എഴുതാൻ പറ്റും. ഇതിൽ 4 എന്ന് പറയുന്നതും കോമ്പോസിറ്റ് ആണ്, 10 എന്ന് പറയുന്നതും കോമ്പോസിറ്റ് ആണ്, 9 എന്ന് പറയുന്നതും കോമ്പോസിറ്റ് ആണ്. 7 മാത്രമേ പ്രൈം ഉള്ളൂ. 7 പ്രൈം ആയതുകൊണ്ട് ഇനി നമുക്കതിനെ ഒന്നും ചെയ്യാനില്ല. ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള വാല്യൂസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. 7 ആസ് ഇറ്റ് ഇസ്. ഇനി 9നെ 3 × 3 എന്ന് എഴുതാം.
ഓക്കെ ആണല്ലോ. ഇനിയിപ്പം ക്ലബ് ചെയ്ത് എഴുതാം. ഇപ്പം ഇതെല്ലാം പ്രൈമായി കിട്ടിയില്ലേ. ഇപ്പം ഇതിലെ ഓരോ വാല്യൂസും ഓരോ ഫാക്ടറും പ്രൈമാണ്. സോ പ്രോസസ്സ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ പ്രൈം പവർ നൊട്ടേഷനിൽ എഴുതാം. സോ 2 × 2 × 2 2 ക്യൂബ് വരും. 3 × 3 ഇൻക്രീസിങ് ഓർഡറിലാണ് വേണ്ടത്. സോ അടുത്ത പ്രൈം 3 ആണ്. സോ 3 × 3 3 സ്ക്വയർ വരും. 5 × 7. സോ ഇതായിരിക്കും ഇതിൻ്റെ കനോനിക്കൽ ഡീകമ്പോസിഷൻ വരാം. സോ ഏത് തരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. 2 മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോവസ്റ്റ് പ്രൈം എന്ന് ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ തോന്നിയ പോലെ തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ഫുൾ പ്രൈം നമ്പേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് ആവുന്നത് വരെ അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഒരു ഫാക്ടർ ട്രീ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫാക്ടർ ട്രീ ഒന്ന് കാണിച്ചു തരാം. A ഡിവൈഡ്സ് ബി എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഫോം ചെയ്തതാണ്. ഇപ്പോൾ 2520 ഫസ്റ്റ് 40 63 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു. 40നെ 4 10 എന്ന്, 4നെ 2 2, 10നെ 2 5, 63നെ 7 9 എന്ന് സ്പ്ലിറ്റ് ചെയ്തു, 9നെ 3 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇങ്ങനെ ഒരു ഫാക്ടർ ട്രീ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാക്ടർ ട്രീയിലെ ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്ന പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഇൻക്രീസിങ് ഓർഡറിൽ പവർ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ കനോനിക്കൽ ഡീകമ്പോസിഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഫാക്ടർ ട്രീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ വാല്യൂ അതിന് തൊട്ട് മേലെയുള്ള വാല്യൂവിനെ, തൊട്ട് മേലെയുള്ള ലെവലിൽ കണക്റ്റഡ് ആയിട്ടുള്ള വാല്യൂവിനെ ഡിവൈഡ് ചെയ്യും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 2 ഡിവൈഡ്സ് 4, 2 ഡിവൈഡ്സ് 4 എന്നുള്ള പോലെ പറയാം. 2 ഡിവൈഡ്സ് 10 ആൻഡ് 5 ഡിവൈഡ്സ് 10 എന്ന് പറയാം. 3 ഡിവൈഡ്സ് 3, 3 ഡിവൈഡ്സ് 3 എന്ന് പറയാം. അതേപോലെ 4 ഡിവൈഡ്സ് 40, 10 ഡിവൈഡ്സ് 40, 7 ഡിവൈഡ്സ് 63, 9 ഡിവൈഡ്സ് 63 എന്ന് പറയാം. അതേപോലെ 3 ഡിവൈഡ്സ് 63 എന്ന് പറയാം, കാരണം 3 63ലേക്ക് കണക്റ്റഡ് ആണ്. അതേപോലെ 5 ഡിവൈഡ്സ് 40 എന്ന് പറയാം, കാരണം അതും കണക്റ്റഡ് ആണ്. അതേപോലെ 2 ഡിവൈഡ്സ് 520 എന്നുള്ള പോലെ പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് താഴെയുള്ള വാല്യൂ മേലെയുള്ള വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളതുപോലെ പറയാം. അത്തരത്തിൽ ഫോം ചെയ്യുന്നതാണ് ഫാക്ടർ ട്രീ. എന്ന് വെച്ചിട്ട് കണക്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ 3 ഡിവൈഡ് 7 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു മെത്തേഡിലും ഇത് കണക്ട് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയി താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. കണക്ഷൻ എന്ന് പറഞ്ഞാൽ മേലോട്ട് മാത്രമേ പോകുകയുള്ളൂ. അതായത് ഇപ്പം 3 9നെ കണക്ട് ചെയ്ത് 9 63 63 7ലേക്ക് എത്തില്ലേ എന്നുള്ള പോലെ ചോദിക്കരുത്. മേലോട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് കണക്ഷൻ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. പോയി വളഞ്ഞ് തിരിച്ച് വരുന്ന കണക്ഷനൊന്നും എടുക്കില്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഡിവിഷൻ A ഡിവൈഡ്സ് B എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫാക്ടർ ട്രീ ആണിത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 60. അപ്പോൾ 60 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പഠിച്ചിട്ടുള്ളത് ഏതൊരു നമ്പറിനെ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് യുണീക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൈം നമ്പർ ആണെങ്കിൽ അത് പ്രൈം നമ്പർ തന്നെ അല്ലേ. അപ്പോൾ ഏതൊരു നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2നെ ഇത് പ്രൈമായിട്ട് അല്ലെങ്കിൽ പ്രൈമിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടല്ലോ, ആ യുണീക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ആക്ച്വലി നമുക്ക് ആ നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സിനെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 60 എന്ന് പറഞ്ഞ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നിങ്ങൾക്ക് 2² × 3 × 5 എന്നാണ് കിട്ടുക. അതൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 60നെ നമുക്ക് 2² × 3 × 5 എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 60യുടെ ഏതൊരു ഫാക്ടറിനെ എടുത്തു കഴിഞ്ഞാലും അത് സം 2⁴ × 3⁵ B × 5⁵ C എന്നുള്ള ഫോമിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു ടേമിൻ്റെ കോമ്പിനേഷനിലെ ഇതിൻ്റെ ഏത് ഫാക്ടറും വരുള്ളൂ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ഇവിടെ 2⁴ എന്ന് പറയുന്നത് 2ൻ്റെ മാക്സിമം പവർ വരുന്നത് ഇവിടെ എന്താ 2 ആണ്. ആൻഡ് മിനിമം പവർ ഇതിന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 0 ആണ് അല്ലേ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ആൻഡ് ബീൻ്റെ മാക്സിമം പവർ ഇവിടെ വരുന്നത് 1 ആണ്. സോ 0 തൊട്ട് 1 വരെ മാത്രമേ ബിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ സിയും ഇവിടെ 1 ആണ്. സോ 0 തൊട്ട് 1 വരെ ബിയും സിയും വരുള്ളൂ. അപ്പം എക്ക് ഇവിടെ 3 ചോയ്സസ് ഉണ്ട്. എ ക്യാൻ ബി 0, 1 ആൻഡ് 2. ആൻഡ് ബിക്കും സിക്കും ഇവിടെ 2 ചോയ്സസാണ് ഉള്ളത്, 0യും 1ഉം മാത്രം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ഫാക്ടറിനെയും ആക്ച്വലി ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം 3 വാല്യൂസിന് 3 പവറും 0 എന്ന് കൊടുത്തു. അപ്പോൾ 2⁻0 × 3⁻0 × 5�0 എന്ന് വന്നു. എനി നമ്പർ ⁻0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഇനി പോസിറ്റീവ് നമ്പർ ⁻0 1 ആ വരിക. അപ്പോൾ 2⁻0 1 ആണ്, 3⁻0 1 ആണ്, 5⁻0 1 ആണ്. സോ 1 × 1 × 1 നമുക്ക് 1 കിട്ടും അല്ലേ. ഇനി അതേപോലെ 5ന്റെ പവറിന് മാത്രം ചേഞ്ച് കൊടുക്കുകയാണ്. കാരണം ഇവിടെ എക്കും ബിക്കും 0 ഫിക്സ് ചെയ്തിട്ട് സിന്റെ വാല്യൂ 1 ആക്കുകയാണ്. ഓക്കെ, സിന്റെ വാല്യൂ, സിക്ക് ഇവിടെ 0യും 1ഉം എടുക്കാം. സോ സിന്റെ വാല്യൂ 1 ആക്കുകയാണ് കേട്ടോ. അപ്പോൾ 2⁻0 × 3⁻0 × 5⁻1 എടുത്തു. ഇതിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. സോ ഓരോ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ 2⁻0 3⁻0 അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. 5ന്റെ പവർ 1 ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ 1 × 1 × 5 എന്ന് കിട്ടും, വിച്ച് ഇസ് 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി അതേപോലെ 2⁻0 × 3⁻0 × 5⁻0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി 5⁻0നെയും 2⁻0നെയും ഫിക്സ് ചെയ്ത് 3ന്റെ പവർ ചേഞ്ച് ചെയ്യാണ് കേട്ടോ. 3ക്ക് പവർ വരുന്നത് ഏതൊക്കെയാണ്? ബി ആണ്. ബിയുടെ ചോയ്സസ് 0യും 1ഉം ആണ്. ബി 0 ആവുന്ന കേസ് നമ്മൾ എഴുതി. ഇനി ബി 1 ആവുന്ന കേസ് എഴുതാണ്. സോ 2⁻0 3⁻1 5⁻0 എന്നുള്ളത് പോലെ എഴുതി. അപ്പം ഇതിൻ്റെ ആൻസർ വരിക എന്താ? 2⁻0 1 ആണ്, 3⁻1 3 ആണ്, 5⁻0 1 ആണ്. സോ 1 × 3 × 1 വിച്ച് ഇസ് 3 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് 2ന്റെ പവറും, അതായത് 2ന് മാത്രം പവർ 0 എന്ന് കീപ്പ് ചെയ്തു. 3ന്റെയും 5ന്റെയും പവർ 1 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 3 × 5 15 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തതിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ബാക്കി രണ്ടും 3ന്റെ പവേഴ്സ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓരോ കേസിലും ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് 2⁻0 വരുമ്പം ഈ 3ന്റെയും 5ന്റെയും പവർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. ഈ 4 എണ്ണം എന്ന് പറയുന്നത് 2⁻0 മാത്രം നമ്മൾ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് 5ന്റെ പവർ 0യും 1ഉം കൊടുത്തു. അടുത്തതിൽ 3ന്റെ പവർ 0യും 3ന്റെ പവർ 0 എന്നുള്ള കേസ് 2 എണ്ണം വന്നു. 5ന്റെ പവർ 0 എന്നുള്ള കേസ് 2 എണ്ണം വന്നു. ഇനി 2ന്റെയും പവർ 1 ആണെന്നുള്ള കേസ് നമ്മൾ എടുത്തു. അതായത് ഇവിടെ എന്റെ വാല്യൂ 0 ആണ്, ബിന്റെ വാല്യൂ 0 ആണ്, സിന്റെ വാല്യൂ 0 ആണ്. ഇവിടെ വരുമ്പം എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്, സിയുടെ വാല്യൂ 1 എടുത്തു. ഇനി ഇവിടെ 0 1 0 എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ 0 1 1 എന്നെടുത്തു. അതായത് 2ന്റെ പവർ 0 എന്ന് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ പവറിൻ്റെ പോസിബിലിറ്റീസ് എടുത്തു. അതായത് ബിയും സിയും 0 ആവുന്ന കേസ്, ബി 0യും സി 1ഉം ആവുന്ന കേസ്, ബി 1ഉം സി 0 ആവുന്ന കേസ്, ആൻഡ് ബിയും സിയും 1 ആവുന്ന കേസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2ന്റെ പവർ 0 ആവുന്ന കേസിലുള്ള എല്ലാ പോസിബിൾ കേസസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി 2ന്റെ പവർ 1 ആവുമ്പം ഇതേ പോസിബിലിറ്റീസ്. ഓക്കെ, അതായത് ബിന്റെയും സിന്റെയും പവർ ഈ ഒരു കേസിൽ സെയിം ആയിട്ട് എടുത്തിട്ട് ഇനി 2ന്റെ പവറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജിൽ 2ന്റെ പവർ 1 ആക്കി വെച്ചിട്ട് ഇതേ കോമ്പിനേഷൻ നോക്കുകയാണ്. അതായത് ഇവിടെ 1 0 0 1 0 1 1 1 0 ആൻഡ് 1 1 1ന്റെ കേസാണ് നമ്മൾ നോക്കാൻ പോണേ. സോ 2⁻1 × 3⁻0 × 5⁻0 ഇത് രണ്ടും 1 ആണ്. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. ഇനി 2⁻1 × 3⁻0 × 5⁻1 101 എന്നുള്ള പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയുണ്ടാവും. ഇവിടെ ഒക്കെ സെയിം വാല്യൂ ആണ്, ഇവിടെ അതേ സെയിം വാല്യൂ ആണ്, ഇവിടെയും സെയിം വാല്യൂ ആണ്, ഇവിടെയും സെയിം വാല്യൂ ആണ്. സോ ആ പോസിബിലിറ്റീസ് അവിടെ നിർത്തിയിട്ട് നമ്മൾ 2ന്റെ പവർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് എല്ലാ പോസിബിൾ വാല്യൂസും ഇവിടെ നിന്ന് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. ഇത് കുറേ ഹേസ്റ്റി സ്റ്റെപ്പാണ്, ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപാട് ഇപ്പോൾ ഇത് 60 ആയപ്പോൾ നമുക്ക് 12 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിലും ഒരുപാട് വലിയ നമ്പേഴ്സ് തരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരെ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. സോ അതിൻ്റെ സ്പീഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The 60 has 12 factors. Can you think of a better way to find the number of positive factors without listing them? ഇതിന് ഓരോന്നിനെയും ലിസ്റ്റ് ചെയ്യാതെ നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ 2⁻A 3⁻B ആൻഡ് 5⁻C ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് വേണം അല്ലേ. ഇതിന് ഏതൊക്കെ പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടോ അതൊക്കെ നമുക്ക് വേണം. പ്ലസ് ഈ റെസ്ട്രിക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എ എടുക്കുന്ന വാല്യൂ 0 1 2 മാത്രമാണ്, ബിയും സിയും
0യും 1ഉം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഒന്ന് നോക്കിയേ, 2 a × 3 b × 5 cക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? എക്ക് പോസിബിലിറ്റി 3 പോസിബിലിറ്റി ഉണ്ട്, 0 1 2, ആൻഡ് ബിക്ക് പോസിബിലിറ്റി 2 പോസിബിലിറ്റി ഉണ്ട്, ആൻഡ് സിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. മൊത്തം 3 × 4 12 പോസിബിലിറ്റീസ് ഉണ്ട്. സോ 12 ഫാക്ടേഴ്സ് 60ക്ക് ഉണ്ട് എന്നുള്ളത് പറയാം. ഇനി നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പം ലാസ്റ്റ് മൊഡ്യൂളൊക്കെ ആയിട്ട് നിങ്ങൾ ടോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പഠിക്കും, TAU ടോ ഫംഗ്ഷൻ. നിങ്ങൾ ആക്ച്വലി ടോ എന്ന് പറയുന്ന ടോർക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും സ്കൂൾ ലെവലിൽ. പക്ഷെ ഇവിടെ ടോർക്കായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. നമ്മൾ ടോ എന്ന് പറയുന്നത് ഒരു നമ്പർ തിയറിറ്റിക് ഫംഗ്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. സോ ടോ ഓഫ് n എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് n ആയിട്ടാണ്. ഇതിൻ്റെ എന്താ പറയുക, വാല്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ ഇത്തരത്തിലൊരു കനോനിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവേഴ്സ് കണ്ടില്ലേ, ഇപ്പം A B C ആണ് ഇതിൻ്റെ പവേഴ്സ് എങ്കിൽ A+1 × B+1 × C+1 ആയിരിക്കും എപ്പോഴും ടോ ഓഫ് n എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനൽ മൊഡ്യൂളിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് ടോ ഓഫ് n ആയിട്ട്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, A+1 × B+1 × C+1. അത് ഈ കേസ് തന്നെയാണ്. നമ്മളിതിൻ്റെ നമ്പർ ഓഫ് പോസിബിലിറ്റീസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും, അതായത് ഓരോന്നിൻ്റെ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്താൽ ആക്ച്വലി നമ്പർ ഓഫ് പോസിബിലിറ്റീസ് കിട്ടും. ഇപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 2 ആണ്, B എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഈ 60യുടെ കനോനിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് വരുന്നത് 2 1 1 ആണ്. അപ്പോൾ ഇവിടെ വരിക 2 + 1 എന്ന് പറയുന്നത് 3, 1 + 1 എന്ന് പറയുന്നത് 2 × 2 = 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾ ഫൈനൽ മൊഡ്യൂളിൽ പഠിക്കും, ഇപ്പോൾ പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എക്സാമ്പിൾ 3.12. Find the number of trailing zeros in 234 factorial. അപ്പോൾ നമ്മളോട് ആക്ച്വലി 234 ഫാക്ടോറിയലിൻ്റെ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 234 ഫാക്ടോറിയൽ വാല്യൂൻ്റെ, ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂയുടെ അവസാനം എത്ര സീറോസ് ഉണ്ട്. ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ ബൈ ദി എൻഡ് ഓഫ് ദി ടേം, ബൈ ദി എൻഡ് ഓഫ് ദി നമ്പർ എത്ര സീറോസ് ഉണ്ട് എന്നുള്ളത്. ഇത് എത്ര സീറോസിലാണ് അവസാനിക്കുന്നത് എന്നുള്ള പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10ൻ്റെ ട്രെയിലിംഗ് സീറോസ്, നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ട് എന്നുള്ള പോലെ. ഇപ്പോൾ 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ 0 ഒന്നുമില്ല അല്ലേ, എൻഡിൽ 1 ആണുള്ളത്. സോ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. സോ അത്തരത്തിൽ 234 ഫാക്ടോറിയലിൻ്റെ ലാസ്റ്റ് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു വാല്യൂനും ലാസ്റ്റ് 0 വരണം എന്നുണ്ടെങ്കിൽ × 10 ചെയ്താൽ നമുക്ക് 0 വരും അല്ലേ. അപ്പോൾ ഏതൊരു നമ്പറിനെയും × 10 ചെയ്താൽ നമുക്ക് 0 വരും. 10 എന്ന് പറയുന്നത് ആക്ച്വലി 5 × 2 ആണ്. സോ എത്ര 5 × 2 എന്ന് പറയുന്നത് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു 10 5 × 2s ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 10s ഉണ്ട് എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ 10 zeros-ൽ ഇത് എൻഡ് ചെയ്യുന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ അത്തരത്തിൽ എത്ര 5 × 2 ടേംസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി കണ്ടീഷൻസാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ 234 ഫാക്ടോറിയലിന് ആക്ച്വലി നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ സം 2⁴ × 5⁵b × സം c എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റുകയാണെന്ന് കരുതിക്കോളൂ. ഇത്തരത്തിൽ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണ്. വേറെ 2ൻ്റെയും 5ൻ്റെയും ഫാക്ടേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് എടുത്തു. എന്നിട്ട് ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് ഹയസ്റ്റ് പവർ ഓഫ് 2⁴ ഡിവൈഡിങ് 234 നമ്മൾ കാണും. ഹയസ്റ്റ് പവർ ഓഫ് 2 ഡിവൈഡിങ് 234 ഫാക്ടോറിയൽ കാണും. ആൻഡ് ഹയസ്റ്റ് പവർ ഓഫ് 5 ഡിവൈഡിങ് 234 ഫാക്ടോറിയൽ കാണും. സോ ദാറ്റ് എയും ബിയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് ഓർത്ത് നോക്കി. ഇപ്പോൾ 2⁻9 × 5⁵3 × c ആണ് വാല്യൂ എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര 10s ഉണ്ടാവും? 2⁻3 × 5⁵3. ഈ 5 × 2 കോമ്പിനേഷൻസ് വന്നാൽ മാത്രമേ അത് 10 ആവുള്ളൂ അല്ലേ. അപ്പോൾ 2⁻3 × 2⁻6 × 5⁵3 × c എന്നുള്ള പോലെ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ 2⁻3 × 5⁵3 ക്ലബ് ചെയ്താൽ മാത്രമേ നമുക്ക് 10⁻3 കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 3 zeros ഉണ്ടാവും. ദിസ് എൻഡ്സ് വിത്ത് 3 zeros എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ജനറൽ ആയിട്ട് സം 2⁻a × 5⁵b എയും ബിയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്തായിരിക്കും ഈ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് വരിക. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, കമ്പയർ ചെയ്യുമ്പം ഇതിൽ മിനിമം വാല്യൂ, ഈ പവറിലെ മിനിമം വാല്യൂ ഏതാണോ അതായിരിക്കും
നമ്പർ ഓഫ് സീറോസ് വരാം. ഓക്കെ, സോ ഇതിന്റെ മിനിമം വാല്യൂ ഏതാണോ അതായിരിക്കും നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് വരാം. സോ ഫസ്റ്റ് ഡിവിസിബിൾ ബൈ 2 ആവുമ്പോഴും ഡിവിസിബിൾ ബൈ 5 ആവുമ്പോഴും, അതായത് ഹയസ്റ്റ് പവർ ഓഫ് 2 that divides 234 ഫാക്ടോറിയലും കാണണം, ഹയസ്റ്റ് പവർ ഓഫ് 5 that divides 234 ഫാക്ടോറിയലും കാണണം. അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഡെഫിനിഷൻ, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഡിവിസിബിൾ ബൈ ബി എന്നുള്ള പോലെ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് സെക്ഷനിലൊക്കെ ആയിട്ട് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിവിസിബിലിറ്റി, ഡൈവ് ആൻഡ് മോഡ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം. ഓക്കെ, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഡിവിസിബിൾ ബൈ ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എവാലുവേറ്റ് ചെയ്തിരുന്നത്? എ ബൈ ബിയുടെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അല്ലേ, ഫ്ലോ ഫംഗ്ഷൻ, എ ഡൈവ് ബി എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട്, ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോണേ. സോ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2 എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതേപോലെ ഡിവിസിബിൾ ബൈ 2 സ്ക്വയർ ചെക്ക് ചെയ്യും, 2 ക്യൂബ് ചെക്ക് ചെയ്യും, 2⁴ ചെക്ക് ചെയ്യും, എക്സെട്ര. ഇത് 0 ആവുന്ന വരെ, വൺസ് ഇത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും 0 ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അത് 0 ആവുന്ന വരെ നമ്മൾ ഈ വാല്യൂസ് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെയൊക്കെ സം ആയിരിക്കും ആക്ച്വലി ഈ ഹയസ്റ്റ് പവർ ഓഫ് 2 ഡിവൈഡിങ് 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നതാണ്. സോ അതിനെ 234 ഡൈവ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വാല്യൂ എന്താ വരിക? 234 ആക്ച്വലി ഈവൻ നമ്പർ ആണ്. സോ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡിജർ വാല്യൂ കിട്ടും 117 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ആയിട്ടുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2 സ്ക്വയർ, ഡിവിസിബിൾ ബൈ 4 വരും. സോ 234 ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വാല്യൂ വരിക 58 പോയിന്റ് സംതിങ് ആണ്. സോ അതിൻ്റെ നമുക്ക് വേണ്ടത് ഡൈവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റിനെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതിനെയാണ് നമുക്ക് ഡൈവ് ഓപ്പറേറ്റർ ആയിട്ട് കിട്ടുക. റിമൈൻഡർ വരുന്നത് മോഡ് ഓപ്പറേറ്റർ ആണ് അല്ലേ. അപ്പോൾ ഡൈവ് ഓപ്പറേറ്ററിൽ നമുക്ക് അതിൻ്റെ കോഷ്യന്റ് എടുത്താൽ മതിയാവും. ഇനി വീണ്ടും നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ഡിവിസിബിൾ ബൈ 2�3 ചെക്ക് ചെയ്യാണ്. സോ അവിടെ വരിക 234 ഡൈവ് 2 ക്യൂബ് എന്ന് പറയുന്നത് 8 വരും. ഇവിടെ വാല്യൂ വരുന്നത് 29 വരും. ഇനി അടുത്ത കേസിൽ 234 ബൈ 2⁴, അതായത് 16 എന്ന് പറയുന്നത് വാല്യൂ വരിക 14 ആണ്. നിങ്ങളിതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. സോ 234 ബൈ അടുത്ത വാല്യൂ വരുന്നത്, അടുത്ത പവർ വരുന്നത് 32 ആണ്. 32 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 വരും. ആൻഡ് 234 ബൈ 64 ആണ് അടുത്ത പവർ വരിക. 64 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 3 വരും. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. അടുത്തത് 234 ഡിവൈഡ് ബൈ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇപ്പോൾ ഇവിടെ 234 ഡിവൈഡ് ബൈ 64 എന്നൊക്കെ പറയുമ്പോൾ 3 പോയിന്റ് സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ കിട്ടുന്നുണ്ടാവും. 3 പോയിന്റ് സംതിങ്ങിൽ ആ ഇൻഡിജർ പാർട്ട് മാത്രം എടുത്താൽ മതിയാവും. ഓക്കെ, സോ ഇവിടെ 234 ഡിവൈഡ് ബൈ അടുത്ത പവർ വരുന്നത് 128 ആണ്. 128 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി അടുത്ത പവർ വരുന്നത് 234 ഡിവൈഡ് ബൈ 256 വരും. ഇത് 2ന്റെ പവേഴ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അതായത് ഫസ്റ്റ് 2 എടുത്തു, 2 സ്ക്വയർ, 2 ക്യൂബ്, 2⁴, 2⁵, 2⁶, 2�7, 2⁸ എത്തി. ഇവിടെ നമുക്ക് 256 ആണ് വലിയ വാല്യൂ വരുന്നത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുക. സോ അതിൻ്റെ ഇൻഡിജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതിൻ്റെ ഡൈവ് ഓപ്പറേറ്റർ നമുക്ക് 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ട് എടുക്കുന്നതെല്ലാം 2ന്റെ ഇതിനേക്കാളും ഹയസ്റ്റ് പവേഴ്സ് ആണ്. അതൊക്കെ 234-നേക്കാളും വലുതാണ് വരിക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ വാല്യൂസ് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ വരിക എന്നുള്ളത് നോക്കാം. So the highest power of 2 that divides 234 factorial is the sum of these values. Okay, so 117 plus 58 plus 29 plus 14 plus 7 plus 3 plus 1. നമുക്കിത് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 229 എന്നാണ്. So highest power of 2 that divides 234 factorial will be 229. അപ്പം നമുക്ക് എ കിട്ടി. ഇനി നമുക്ക് ബി കാണണം അല്ലേ. അതായത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്ന 234 ഫാക്ടോറിയലിന് സം 2⁴ into 5⁵b into c എന്നായിരുന്നു. ഇനി ബിന്റെ പവർ എന്താ വരിക, ബി എന്താ വരിക എന്നുള്ളത് നോക്കാം. അതായത് ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഡിവിസിബിൾ ബൈ 5 എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, സോ 234, സോ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 divisible by
5 ഫസ്റ്റ് ചെക്ക് ചെയ്യും. അത് വരിക ഡൈവ് ഓഫ് 234/5 ആണ് അല്ലേ. അതെന്താ വരിക, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 46 കിട്ടും കോഷ്യൻ്റ് ആയിട്ട്. ഇനി 5 സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം വാല്യൂ 234 ഡൈവ് 5 സ്ക്വയർ, അതായത് 25 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. ഇനി അടുത്തത് 5 ക്യൂബാണ്. അത് വരിക 234 ഡിവൈഡ് ബൈ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 പോകുള്ളൂ. ഇനി അടുത്തത് 5⁴ എന്ന് പറയുമ്പോഴത്തേക്കും 625 ആവും. 625 എന്ന് പറയുന്നത് 234-നേക്കാളും വലുതാണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടുക 0 ആയിരിക്കും. അപ്പം പിന്നെ ആ വാല്യൂ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ഇവിടെ വരുന്നത് എത്രയാ, 46 + 9 + 1 ആയിരിക്കും. അതായത് 56 വരും അല്ലേ. സോ ദ ഹയസ്റ്റ് പവർ ഓഫ് 5 that divides 234 factorial is 56. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ എടുത്തിട്ടാണ് ആക്ച്വലി നമ്മൾ എത്ര ടെൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 234 ആക്ച്വലി 2ന്റെ 229 പവേഴ്സ് ഉണ്ട്. സോ 2⁻²29 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 234-നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോറി 234 ഫാക്ടോറിയലിനെ. സോ 234 ഫാക്ടോറിയലിനെ നമുക്ക് ആക്ച്വലി 2⁻²29 × 5⁻56 × സം സി എന്നുള്ള പോലെ എഴുതാൻ പറ്റും. അതായത് ഇവിടെ 2⁻56 മതി നമുക്ക് ആക്ച്വലി 10 ഫോം ചെയ്യാൻ. കാരണം അതിൽ കൂടുതൽ 5 234 ഫാക്ടോറിയലിൽ ഇല്ല. സോ നമുക്ക് ടെൻസ് ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, ഇപ്പോൾ ഇവിടെ 2⁻²229-നെ നമുക്ക് 2⁻56 × 2⁻173 × 5⁻56 × സി എന്നുള്ള പോലെ എഴുതാം. അപ്പോൾ ഇതിൽ 2⁻56-നെയും 5⁻56-നെയും ക്ലബ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 10 കിട്ടുക. സോ 10⁻56 × സി എന്നുള്ള പോലെ വരും. സോ ഇവിടെ എത്ര ടെൻസ് ഉണ്ട്, 56 ടെൻസ് ഉണ്ട്. 56 പവർ ഓഫ് 10 ഉണ്ട്. അതായത് 56 സീറോസിൽ ഇത് എൻഡ് ചെയ്യും എന്നുള്ള പോലെ പറയാം. സോ 234 ഫാക്ടോറിയൽ എൻഡ്സ് വിത്ത് 56 സീറോസ് എന്നുള്ള പോലെ പറയാം. അതായത് 234 ഫാക്ടോറിയൽ ഹാസ് 56 ട്രെയിലിംഗ് സീറോസ് എന്നുള്ള പോലെ പറയാൻ പറ്റും. ഓക്കെ. സോ ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ദ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് സം ഫാക്ടോറിയൽ എന്നുള്ള പോലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്യാം. അതേപോലെ ഹയസ്റ്റ് പവർ ഓഫ് 3 ദാറ്റ് ഡിവൈഡ്സ് സം ഫാക്ടോറിയൽ എന്നുള്ള പോലെ ചോദിച്ചു കഴിഞ്ഞാലും ഇതേപോലെ ചെയ്യാം. സോ 3 ആണ് ചോദിച്ചതെങ്കിൽ ഇതേപോലെ ഡൈവ് ഓഫ് 3 സ്ക്വയർ 3⁻4 എന്നുള്ള പോലെ ഇങ്ങനെ ചെയ്തു പോവാം. ഏതെങ്കിലും ഫാക്ടോറിയൽ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഫാക്ടോറിയലിനെ അല്ല നമ്മളിവിടെ ഡിവൈഡ് ചെയ്യണത്, ആ നമ്പറിനെ എടുത്തിട്ടാണ് നമ്മൾ ഡൈവ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ 234 ഫാക്ടോറിയലിനെ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിലും 234/2ഉം 234/4 234/8 എന്നുള്ള പോലെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതുപോലത്തെ എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് മൂവ് ബെറ്റർ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.